അത് സത്യസ് ബാബയുടെ റൈറ്റിംഗ്സിനെ കുറിച്ച് ശിവപിടിയിൽ പാസ്റ്റർ വായിക്കുന്നത് നല്ലതാണ്. വക്കീൽ ആദ്യം ആ ചിങ്ങവനത്തിരിക്കുന്ന ആ ചുവന്ന കുപ്പായിട്ട് അന്നേരം അഹങ്കാരം കയറുന്നല്ലേ താങ്കൾ പറഞ്ഞേ, അയാളെ പോയി തിയോളജി പഠിപ്പിക്കും. മെത്രാച്ചൻ തിയോളജി തെറ്റിക്കുന്ന അക്ഷന്തവ്യമായ അപരാധമാണ്. പരിശുദ്ധ റൂഹ പിതാവാൻ ദൈവത്തിനും പുത്രനിലും കൂടെ ഒന്നിച്ചാണ് പുറത്തും ഈ പ്രൊസീഡ് ചെയ്തത്. പിതാവിന്റെ മാത്രമെന്ന് ശരിക്കും പറഞ്ഞാൽ ആർക്കാ കൃത്യമായി അറിയാവുന്നത്? ഇത് പറഞ്ഞല്ലേടോ വക്കീലെ, തന്റെ മെത്രാൻ പറഞ്ഞല്ലേടോ സന്ദീപ് വക്കീലെ. താങ്കൾ ആദ്യം തന്റെ മെത്രാനെ വിളിച്ചിട്ട് ഉപദേശം പഠിപ്പിക്കണോ? എന്നെ ഉപദേശം പഠിപ്പിക്കാൻ വരണ്ട. എനിക്ക് ട്യൂഷൻ എടുക്കാൻ വന്നിരിക്കുന്നു സന്ദീപ് വക്കീൽ. ഈ സേവറിസ് മെത്രാച്ചന്റെ കൂടെ നിൽക്കുന്ന എല്ലാവരോടും ഞാൻ ചോദിക്കാം, നിങ്ങൾക്ക് ഉത്തരവുണ്ടോ? സത്യ സുറിയാനി സഭയുടെ വിശ്വാസ പാരമ്പര്യത്തെ, ദൈവശാസ്ത്രത്തെ പരസ്യമായി വലിച്ചു കീറി അതിനെ നിന്ദിച്ച് പുച്ഛിച്ച് ചരിത്രത്തിന്റെയും പിതാക്കന്മാരുടെ പൈതൃകത്തിന്റെയും മുഖത്ത് കാർക്കിച്ചു തുപ്പി സേവറിസ് തിരുമേനി ഇല്ലെന്ന് വക്കീലിന് പറയോ? ജില്ലാ കോടതിയിൽ നിന്ന് വിധി മേടിച്ചാലൊന്നും ദൈവകൃപ നിൽക്കത്തില്ല വക്കീലെ. വക്കീൽ എന്തോ പറഞ്ഞു? വക്കീൽ എന്തോ ചിന്തിച്ചേ? ഉറക്കം വരുന്നു. ഞാൻ പാത്രിക് സ്വാമിക്ക് എഴുതുന്നുണ്ട്, തിയോളജിക്കൽ റീസൺസ് ആർ ദെയർ ടു ഡീഫ്രോക്ക് ദിസ് മെത്രാൻ. 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. നോമ്പിൽ ഇത് പറ്റിയായിരുന്നോ? നോമ്പിലാണ് മുറിവുകൾ ഞെക്കി കഴിയേണ്ടെന്ന യശയാ പ്രവാചകൻ പറഞ്ഞേ. നോമ്പെന്ന് പറഞ്ഞാൽ മേന്ന് വെക്കുന്നല്ല, തെറ്റുകൾ തിരുത്താനാണ് നോമ്പ്, പുതുക്കത്തിനാണ് നോമ്പ്. വക്കീൽ ആദ്യം നോമ്പ് മനസ്സിലാക്കണം. നോമ്പിന്റെ യഥാർത്ഥ പ്രോസസ് ഇവിടെ നടക്കുന്നത്. ദിസ് ഈസ് റൈറ്റ് നോമ്പ്. ധൂപം വീശിക്കൊണ്ടാണ് വിശ്വാസ പ്രമാണം ചൊല്ലുന്നത് എന്ന് പറഞ്ഞാൽ ഈ വിശ്വാസ പ്രമാണം വിശ്വസിക്കാത്തവൻ, ഹൃദയപൂർവ്വം വിശ്വസിക്കാത്തവൻ ഇറങ്ങിപ്പോന്ന എന്ന് പറഞ്ഞാൽ യാക്കോബായ സഭയുടെ സുറിയാനി സഭയുടെ ധൂപക്കുറ്റിയിൽ ചിരട്ടക്കരി ഇട്ടിട്ട് കുന്തിരിക്കമിട്ടിട്ട് അത് പുകയാൻ തുടങ്ങുമ്പോൾ ആ ധൂപക്കുറ്റിയിൽ നിന്ന് ഉയരുന്ന ധൂപം സേവറിയസ് മെത്രാച്ചനോട് മൗനമായി പറയുന്നു, ഗെറ്റ് ഔട്ട്. ഇത് ഏറ്റുപറയാൻ തന്റേടമില്ലാത്ത ക്നാനായക്കാരെ, ഷെയിം ഓൺ യു, ഷെയിം ഓൺ യു. ക്നാനായ സഭയുടെ അധ്യക്ഷൻ പരിശുദ്ധ പാത്രിക്കീസ് ബാവയാണ്, അല്ല സേവറിയസ് അല്ല. ആ അധ്യക്ഷന്റെ വാക്കുകളാണ് നിങ്ങൾ കേൾക്കേണ്ടത്. നിങ്ങളുടെ സഭയുടെ അധ്യക്ഷൻ പാത്രിക്കീസ് ബാവയാണ്. എന്നാണ് നിങ്ങൾക്ക് ഇവിടെ ലോക്കൽ മെത്രാൻ ഉണ്ടായത്? ഇടവഴിക്ക് മെത്രാച്ചൻ വന്നു, പിന്നെ ക്ലീമീസ് മെത്രാച്ചൻ വന്നു, പിന്നെ ഈ മെത്രാച്ചൻ വന്നു. അത്രയല്ലേ ഉള്ളൂ. അതിന് മുമ്പ് നിങ്ങളില്ലായിരുന്നോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു നവീന സഭയാകും, പുരാതന സഭയാവില്ല. പൈതൃകമായി പാരമ്പര്യമായി നിങ്ങൾക്ക് എന്നാ ഭരണഘടന ഉണ്ട്? ഭരണഘടനയ്ക്ക് മുമ്പ് നിങ്ങൾ പാത്രിക്കീസിന്റെ ചൊല്ലും വിളിയും കേട്ടല്ലേ നടന്നത്? ആ പാത്രിക്കീസാണ് നിങ്ങളുടെ അധ്യക്ഷൻ, അല്ലാതെ ഈ സേവറൂസ് അല്ല. ഏലപ്പ കോതമംഗലം എതുവഴി ഭരിച്ചു തൽമ വരും, എതുവഴി പോകും ആർക്കറിയാം എന്ന് പറഞ്ഞ് ഡിസിപ്ലിൻ ഇല്ലാതെ, ഡോക്ടറിൻ ഇല്ലാതെ, തിയോളജിക്കൽ കൺവിക്ഷൻ ഇല്ലാതെ നടക്കുന്ന ഈ സേവറൂസ് മെത്രാച്ചനെതിരായിട്ടാണ് മലങ്കരയിൽ ഉയരുന്ന ഓരോ ധൂപവും ഉയരുന്നത്. എന്നിട്ട് എനിക്ക് തിയോളജിക്ക് ട്യൂഷൻ എടുക്കാൻ വക്കീലെ സന്ദീപ് കൊള്ളാം.